ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ മുതൽ ഡൽഹിയിൽ ആരംഭിക്കുന്ന സമരവും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി 13-ാം തീയതി പരിഗണിക്കാൻ പോകുന്ന കേസുമാണ്. ഇത് രണ്ടും ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നിരവധി ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നടപടികൾ അടുത്ത കാലത്താണ് ഉണ്ടായത്. അത് 2017 മുതലാണ് ആരംഭിച്ചത്. അപ്പൊ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരവും നടക്കുന്നു, നിയമ പോരാട്ടവും നടക്കുന്നു. അപ്പൊ അതിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം തന്നെ. ഇപ്പൊ നമുക്കറിയാം, ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കാൻ, അതുപോലെ ബഡ്ജറ്റ് നടപ്പാക്കാൻ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമെടുക്കാനുള്ള തോത്, അതുപോലെ കടമെടുക്കുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം, അതുപോലെ പൊതുകടം സംബന്ധിച്ച് നിയമപരവും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ, അതുപോലെ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്ക് ആവശ്യാനുസരണം സാമ്പത്തിക സഹായം നൽകുക, ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ അധികാരമാണ്. ആർട്ടിക്കിൾ 162, 199, 202, 204, 266, 298. അതോടൊപ്പം തന്നെ 7th ഷെഡ്യൂളിലെ എൻട്രി 43, സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 43, അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 293 കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് കൃത്യമായി സംസ്ഥാനങ്ങളുടെ അധികാരം കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അധികാരത്തിൽ കൈകടത്തുന്ന കേന്ദ്ര നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന കേസ്. കേരളത്തിന് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ സ്ഥാപിക്കാൻ കഴിയട്ടെ. നമ്മളിപ്പോ ഫാക്ട് മാത്രം വെച്ച് ചർച്ച ചെയ്താൽ എന്താണ് കിട്ടാനുള്ളത് എന്ന മൗലികമായ പ്രശ്നം അവിടെ ഉണ്ടല്ലോ. ഇപ്പോ ഈ ഫിനാൻസ് കമ്മീഷന്റെ കാലയളവിൽ തന്നെ കേരളത്തിന് വിവിധ സാമ്പത്തിക വർഷത്തിൽ കിട്ടിയിട്ടുള്ള നികുതി വിഹിതം നോക്കൂ. 2020-21 11,560 കോടിയായിരുന്നു. 21-22 അത് 17,820 കോടിയാണ്. 22-23 അത് 18,260 കോടിയാണ്. 23-24 അതായത് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക വർഷം ജനുവരി വരെയുള്ള കണക്കെടുത്താൽ അത് 15,789 കോടിയാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ അതേ പാറ്റേണിൽ തന്നെ ഈ വർഷവും ഈ നികുതി വിഹിതം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ നികുതി ഈ പറഞ്ഞ പെർസെന്റിലേക്ക് 1.9 എന്തുകൊണ്ട് പരിമിതപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അതിന് ഫിനാൻസ് കമ്മീഷന് മാനദണ്ഡങ്ങളുണ്ട്. അത് കേരളത്തിന് മാത്രം ബാധകമാകുന്ന മാനദണ്ഡമല്ല, ഇന്ത്യ ആകെ ബാധകമാകുന്ന മാനദണ്ഡമാണ്. ആ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് നികുതി വിഹിതം നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു ഗ്രാന്റാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് മുൻ വർഷങ്ങളിൽ ഉയർന്ന ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. 2021 15,372 കോടി കിട്ടിയിട്ടുണ്ട്. 21-22 19,891 കോടി കിട്ടിയിട്ടുണ്ട്. 22-23 13,174 കിട്ടിയിട്ടുണ്ട്. ഈ കൊല്ലം അത് 3,597 കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിൽ കുറവ് വന്നു എന്നുള്ളതാണോ ഈ കിട്ടാനുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? ഇല്ല. ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലുള്ള ധനവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കാം. ഇപ്പോൾ 14-ാം ധനകാര്യ കമ്മീഷൻ 2.5 ആയിരുന്നു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 15-ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും 1.92 കുറഞ്ഞു. അതായത് ഒരു 6% ഉണ്ടായിട്ടുള്ള കുറവ്. ആ കുറവിന് കാരണം ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ പറയുന്നു ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. പക്ഷെ കേരളത്തെ കൂട്ടുള്ള ഒരു സംസ്ഥാനത്തിന് ഈ 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനായി മാറിയപ്പോഴേക്കും ഉള്ള വിഹിതത്തിന്റെ 5-1 ഉണ്ടായിട്ടുള്ള കുറവ്, 5-1 കുറവ്. ആ കുറവ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കുറവാണ്. അത് ഇപ്പൊ ധനകാര്യ കമ്മീഷന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ വിവിധ കാലങ്ങളിൽ നടത്തിയ ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും മറ്റു പല മേഖലകളിലും ഒന്നാമതെത്തി എന്നുള്ളത് ഏറ്റവും വലിയ കുറച്ചിലായി കാണുകയാണ്. ഇപ്പൊ നമ്മൾ പലതവണ ചർച്ച ചെയ്താണല്ലോ, 1 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 25 പൈസ പോലും കേരളത്തിന് കിട്ടുന്നില്ല. 1 രൂപ 67 പൈസ ഉത്തർപ്രദേശിന് കിട്ടുന്നതടക്കം നമ്മൾ ചർച്ച ചെയ്താണ്. തൊട്ടടുത്തുള്ള കർണാടകത്തിന് വരെ 50 പൈസ കിട്ടുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം കടമെടുക്കുക രാഷ്ട്രീയമായ വിവേചനമാണോ? അതിന്റെ കാരണം രാഷ്ട്രീയമായ വിവേചനമാണോ? ഇപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ്, കേരളത്തിന് 25 പൈസയെ കിട്ടുന്നുള്ളൂ, കർണാടകയ്ക്ക് 47 പൈസയും തമിഴ്നാടിന് 40 പൈസയെ കിട്ടുന്നുള്ളൂ, ബീഹാറിന് കിട്ടുന്നുണ്ട്, UPക്ക് കിട്ടുന്നുണ്ട്, മധ്യപ്രദേശിന് കിട്ടുന്നുണ്ട്. അവിടെ കേരളത്തിന്റെ അത്രയും വികസനമില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളത്തെക്കാൾ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ളിടത്ത്, അതായത് അതിദാരിദ്ര്യവും മറ്റ് പ്രശ്നങ്ങളും ഉള്ളിടത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ? ഇത് ഞാൻ ആദ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ഗ്രൗണ്ട് അതിനോട് കൂട്ടിയോജിപ്പിക്കേണ്ടതാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. അതായത് ധനകാര്യ കമ്മീഷൻ ഫണ്ട് അലോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കുറവുണ്ടാകുമ്പോൾ ആ കുറവ് നികത്താനും
സംസ്ഥാനത്തിന്റെ തനത് പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണല്ലോ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. ആ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ഈ കേരളത്തിന്റെ മുൻകാല ബഡ്ജറ്റ് വിഹിതത്തിൽ വരുന്ന വലിയ കുറവിനെ ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു തീരുമാനം വരണമായിരുന്നു. ആ തീരുമാനം വന്നില്ലെന്ന് മാത്രമല്ല, കടമെടുത്ത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും ഉള്ള അധികാരം, ആ അധികാരം ശരിക്കും 2003 കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് ആണ് 2003 ആക്ട് അനുസരിച്ചിട്ടാണ് കേരളം ഓരോ ബഡ്ജറ്റും പ്ലാൻ ചെയ്തു പോകുന്നത്. അതിൽ 2017 മുതൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് അല്ല, ഇനി വരുന്ന ഗവൺമെന്റോ അതിനുശേഷമുള്ള ഒരു 10-20 കൊല്ലത്തിന് ശേഷമുള്ള ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും കരകയറാൻ പറ്റാത്ത ഗൗരവമായിട്ടുള്ള വിഷയത്തിലേക്ക് പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതകളെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ 2017 തീരുമാനവും 2022 കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും KSSPL ബന്ധപ്പെട്ടുകൊണ്ടും എടുത്ത തീരുമാനം, ഈ രണ്ട് തീരുമാനത്തിന്റെ ഭാഗമായി വളരെ ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി ഈ സംസ്ഥാനം നേരിടുകയാണ്. ഇത് പലതവണ കേന്ദ്രത്തെ അഡ്രസ് ചെയ്തു, കത്ത് മുഖേന മറ്റു തരത്തിൽ കേന്ദ്രത്തെ അറിയിച്ചു, പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് അവതരിപ്പിച്ചു. ഒറ്റ കാര്യയോടെ ഞാൻ സൂചിപ്പിക്കട്ടെ, എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അധികാരം, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാനത്തിന് അധികാരമുള്ള ഒരു നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണത്തിൽ 3.5% കടമെടുക്കാൻ അധികാരമുള്ളപ്പോ അത് 2.5 വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രത്തിന് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ അധികാരം കൊടുക്കുന്ന സാഹചര്യം കേന്ദ്രം കടമെടുക്കൽ തോത് കൃത്യമായി പാലിക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങൾ പാലിക്കുന്നില്ല, അവർക്കെല്ലാം റിലാക്സേഷൻ കൊടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് എന്താണ് അധികാരം? അതാണ് സുപ്രീം കോടതി 13-ാം തീയതി ഏറ്റവും ഗൗരവത്തോടെ പരിശോധിക്കാൻ പോകുന്ന സാഹചര്യം. അത് മാത്രമല്ല, ഇപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചും ഇതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ടിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഓരോ ദിവസവും തള്ളി മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 51 ലക്ഷം കോടിയായിരുന്നല്ലോ കടം, അത് 156 ലക്ഷം കോടിയായി മാറിയതും എല്ലാം നമ്മുടെ മുന്നിൽ ഗൗരവമായിട്ടുള്ള വിഷയമുണ്ട്. അപ്പൊ കേരളത്തോട് മാത്രമല്ല മറ്റു പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്ന നടപടി, അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളും സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച നാം കാണുന്നത്. അതാണ് CPM-ന്റെ പോയിന്റ്.